ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷഹനാസ് മാജിക്സ്. അപ്പൊ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോസ് ഒക്കെ ഒന്ന് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മുടെ എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പോ ഞാനിന്ന് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് എന്റെ പ്രഗ്നൻസി സ്റ്റോറിയാണ് കേട്ടോ. ഇവിടെ UAE എത്തിയിട്ട് ഒരു 3 മാസം ഞാൻ വിസിറ്റിങ്ങിന് വന്നതായിരുന്നു. 3 മാസമായ സമയത്താണ് ഞാൻ പ്രഗ്നന്റ് ആവുന്നത്. പ്രഗ്നന്റ് ആണ് എന്ന് രാവിലെ ഞാൻ യൂറിൻ ടെസ്റ്റ് ഒക്കെ ചെയ്തു. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു. അന്ന് ഈവനിങ് തന്നെ ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയിട്ടോ. ഡോക്ടറെ കാണിക്കാൻ ഇത്ര എടുപിടിന്ന് ഡോക്ടറെ കാണിക്കാൻ പോവാനുണ്ടായിരുന്ന കാരണം എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ അറിയാലോ. പിന്നെ എനിക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നു. അപ്പോ തൈറോയിഡിന്റെ വേരിയേഷൻ എങ്ങാനും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് സപ്ലിമെന്റ് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് അറിഞ്ഞ അന്ന് തന്നെ പോയത്. ഒരു പീരീഡ്സ് തെറ്റിയ ഒരു 8ാമത്തെ ദിവസം കേട്ടോ ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ലൈറ്റ് ആയിട്ടൊരു വരെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും മനസ്സിലായി പ്രഗ്നന്റ് ആണെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അന്ന് രാത്രി തന്നെ ഞാൻ ഡോക്ടറെ കാണിക്കാൻ ഇവിടെ പോയിന്ന്. അപ്പൊ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ ഇങ്ങനെ ജസ്റ്റ് കാർഡൊക്കെ നോക്കി, ഓക്കെ ലേറ്റ് ആയിട്ടൊരു ലൈനാണ്, നമുക്ക് എന്തായാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ടെൻഷന്റെ ആളാണ്. അപ്പൊ പിന്നെ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് നാളത്തേക്ക് കിട്ടുള്ളൂ. ഇന്ന് ടെസ്റ്റ് ചെയ്താൽ നാളത്തേക്ക് കിട്ടുള്ളൂ. അങ്ങനെ ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഞാൻ പോന്നു. പിന്നെ അടുത്ത ദിവസം ഞാനും ഹസ്ബൻഡും കൂടി വീണ്ടും പോയി. അന്ന് ഇതുപോലെ അവര് ഇവിടെ പെട്ടെന്ന് സ്കാൻ ചെയ്യും കേട്ടോ. നാട്ടിലത്തെ പോലെയല്ല. നാട്ടില് എനിക്ക് തോന്നുന്നു ഒരു 3 month ഒക്കെ ആയിട്ടേ അവർ സ്കാൻ ചെയ്യുള്ളൂ. അപ്പൊ ഇവര് ഇവിടെ ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടി. അപ്പൊ അതില് ഒക്കെ പോസിറ്റീവാണ്. കൗണ്ടൊക്കെ കൂടി വരുന്നുണ്ട്. അപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തായാലും നമുക്കൊന്ന് സാക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് ഒന്ന് TVS ആണ് ചെയ്തത്. TVS എന്ന് പറഞ്ഞാല് ട്രാൻസ്വജൈനൽ സ്കാനിങ്. നമുക്ക് സാധാരണ ചെയ്യുന്നത് അബ്ഡമൽ സ്കാനിങ് ആണ് ചെയ്യുക, അതായത് വയറിന്റെ മുകളിലൂടെയുള്ള സ്കാനിങ് ആണ്. TVS എന്ന് പറയുമ്പോൾ നമുക്ക് വജൈന വഴി ചെയ്യുന്ന സ്കാനിങ് ആണ്. അതെന്താണ് അത് ചെയ്യുന്നതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, നമുക്ക് തുടക്കമല്ലേ പ്രഗ്നൻസിന്റെ സമയത്തൊന്നും അബ്ഡമൻ സ്കാൻ ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ വാവനെ കാണാനൊന്നും തീരെ ഉണ്ടാവില്ല. അപ്പം പിന്നെ TVS ചെയ്താലേ കാണുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊന്നും ചെയ്യാത്തത്. അപ്പം TVS ചെയ്യുമ്പോഴും എനിക്ക് ഒരുപാട് ടെൻഷനായിരുന്നു. സാക്ക് കാണോ. സാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കുഞ്ഞുവാവ കിടക്കുന്ന കുഞ്ഞ് ഒരു കവർ പോലെയുള്ള അവരെ ഇതാക്കി നിൽക്കുന്ന, നമ്മളെ വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഇതില്ലേ, അതിനാട്ടോ സാക്ക് എന്ന് പറയുന്നത്. അപ്പം സാക്ക് കണ്ടു, എനിക്ക് സന്തോഷമായി. അപ്പൊ എനിക്ക് ഡോക്ടർ കാണിച്ചു തന്നു. അപ്പം അപ്പോഴൊക്കെ ശരിക്കും ഒരു അരിമണിയുടെ അത്ര ഉണ്ടാവുള്ളൂ കേട്ടോ സാക്ക്. അതിന്റെ ഉള്ളിലാണ് നമ്മുടെ കുഞ്ഞുവാവ ഉള്ളത്. അപ്പം സാക്ക് കണ്ടു, ചെറുതാണ്, തുടക്കാണ്. അപ്പം എനിക്ക് ഫോളിക് ആസിഡ്സും കുറച്ച് മരുന്നും കാര്യമൊക്കെ തന്നു. അപ്പൊ ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ തൈറോയിഡിന്റെ പ്രോബ്ലം ഉള്ളതാണ്, അപ്പൊ എനിക്ക് തൈറോയിഡ് ഒന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ തൈറോയിഡ് ചെക്ക് ചെയ്തത് നന്നായി. അപ്പൊ അതില് വേരിയേഷൻ ഉണ്ടായിരുന്നു. പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാല്, ഈ ആദ്യത്തെ 3 മാസമൊന്നും കുഞ്ഞുവാവയ്ക്ക് ഈ തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കൂല. അവരുടെ ആ ഗ്രന്ഥിയൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ശരീരത്തിലാണ് അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള തൈറോയിഡ് ഹോർമോൺസ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ നമ്മളെ ശരീരത്തിലെ കുറവാണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന സപ്ലിമെന്റ് അപ്പം ആദ്യത്തെ തന്നെ ആവുമ്പം അവർക്കുള്ളതും കൂടി അതിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല. അപ്പൊ അവരുടെ വളർച്ചയ്ക്ക് ഒരുപാട് ആവശ്യമുള്ള ഒരു കാര്യമാണ് ഈ തൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം തൊട്ടേ അത് കണ്ടറിഞ്ഞാലല്ലേ നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒരു കുറവും ഇല്ലാതെ കിട്ടണം എന്നാണല്ലേ നമുക്ക് എല്ലാവർക്കും. അങ്ങനെ ഞാന് പിന്നെ തൈറോയിഡിന്റെ പിന്നെ സപ്ലിമെന്റ് ഒക്കെ കുറച്ചുകൂടി കൂട്ടിയെടുത്തു. എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് 12.5 ആയിരുന്നു ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. 25 ആക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുഞ്ഞുവാവന്റെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ വേണ്ടിയിട്ട് 2 ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ പിന്നെ ഇവിടെ കാണിക്കാൻ പോയില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഒന്ന് ഇവിടെ കാണിക്കാൻ, ഇൻഷുറൻസ് ഇല്ലാതെ കാണിക്കാൻ നല്ല പൈസ ആവും ഇവിടെ കാണിക്കാൻ.
അതും ഒരു കാരണം. പിന്നെ എനിക്ക് തീരെ വയ്യാണ്ടായി, എനിക്ക് ഭയങ്കര ക്ഷീണായി. ഛർദി ഒന്നും ഉണ്ടായിരുന്നില്ല, വൊമിറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഭയങ്കര ക്ഷീണായിരുന്നു. അപ്പൊ പറഞ്ഞു ഇനിയിപ്പോ ഇങ്ങനെ ഇവിടെ നിക്കണ്ട, നാട്ടിൽ പോയിക്കോ, എന്നാ പിന്നെ അവിടെ എല്ലാരും ഉണ്ടല്ലോ ശ്രദ്ധിക്കാനെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ നാട്ടിൽ പോയിട്ട് ഇനിയിപ്പോ എന്തായാലും നാട്ടിൽ പോയിട്ട് കാണിക്കാന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടിൽ പോയി, ഇവിടുന്ന് തന്നെ ഞാൻ ബുക്ക് ചെയ്തിട്ടാണ് നാട്ടിൽ പോയത്. ഞാൻ നാട്ടില് കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലില് രൂപ ഡോക്ടറെ ആയിരുന്നു കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഡോക്ടറാണ്, അത്യാവശ്യം നല്ല തിരക്കാണ് അവിടെ. അപ്പൊ ഡോക്ടറെ പോയി ഞാൻ നാട്ടിലെത്തി 2 ദിവസം കഴിഞ്ഞാല് ഞാൻ പോയി കാണിച്ച് അവിടുന്ന് നമുക്ക് ടെൻഷനാണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചത് അവര് സ്കാൻ ചെയ്യും. അപ്പൊ സ്കാൻ ചെയ്ത അവയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നമുക്കറിയാം. പിന്നെ ഇവിടുന്ന് ഹാർട്ട് ബീറ്റ് ഒക്കെ നോക്കാന്ന് പറഞ്ഞിട്ടല്ലേ വിട്ടത്. അപ്പൊ ഹാർട്ട് ബീറ്റ് നോക്കിയിട്ടും ഇല്ല. അപ്പൊ അതൊക്കെ വിചാരിച്ചാ ഞാൻ പോയത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു അപ്പൊ ഇനിയിപ്പോ ഏതായാലും ഇപ്പോ 3 മന്ത് ആവാന് 1 വീക്കോ 2 വീക്കോ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഏതായാലും ഇനിയിപ്പോ നമുക്ക് ആന്റി സ്കാൻ ചെയ്യാം. അതിന്റെ മുന്നേ ഇനിയിപ്പോ പ്രത്യേകിച്ച് സ്കാൻ്റെ ഒന്നും ആവശ്യമില്ല, അപ്പൊ അങ്ങനെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമമായി കിട്ടോ. എന്താ വെച്ചാൽ ഞാനിങ്ങനെ പ്ലെയിനിൽ വരുമ്പം നല്ല ജെർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ വൊമിറ്റിങ് അതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ വൊമിറ്റിംഗ് ഇല്ലാത്ത പ്രഗ്നൻസി, പിന്നെ ഹെൽത്തി പ്രഗ്നൻസി അല്ലാഞ്ഞിട്ടാണോ ഇനി വൊമിറ്റിംഗ് ഇല്ലാത്തത്, ഇങ്ങനെ ഉള്ള പല ഡൗട്ടും എനിക്കുണ്ടായിരുന്നേ. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ അവിടുന്ന് സ്കാൻ ചെയ്യുമ്പോ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ആകാംക്ഷയിലാട്ടോ നിൽക്കുന്നത്. ഞാൻ കുറച്ച് സ്കാനിങ് സെന്ററിൽ കുറച്ച് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ചറിയാം, ഇങ്ങനെ അവരിങ്ങനെ വല്ലാതെ ഇങ്ങനെ ഒരു ഡൗട്ട് ഉള്ള പോലെ അവരുടെ മുഖത്ത് എനിക്ക് കാണാമായിരുന്നു. പക്ഷെ എനിക്ക് പിന്നെ അതിന്റെ ഒരു സ്ക്രീനൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാന് മനസ്സിൽ ഒരു കുഴപ്പമുണ്ടാവരുതേ എന്നുള്ളതില് കുറച്ച് പേടിച്ചിട്ടാണെങ്കിലും ഒരു ഇത്തിരി നേരം കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, മാം വാവക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. ഉണ്ടാവരുതേ എന്ന് വിചാരിച്ചിട്ടാ ചോദിക്കുന്നത്. അപ്പൊ എന്നോട് ചോദിച്ചു ഇയാള് ഇതിന് മുന്നേ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, സ്കാൻ ചെയ്തിട്ടില്ല, ഇവിടുന്ന് ഒരു TVS അല്ലേ ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ഇങ്ങനെ പിന്നെ ഇവിടെ UAE അപ്പൊ ജസ്റ്റ് ഒരു TVS മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതിലൊരു സാക്ക് കണ്ടു, അത്ര ഉണ്ടായിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ഓക്കെ, ഒരു സർപ്രൈസ് ന്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞു. എന്താ വെച്ചപ്പോഴോട് ട്വിൻസ് ആണ് എന്ന് പറഞ്ഞു. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും സന്തോഷിച്ച വേറൊരു സമയം എനിക്ക് ഉണ്ടായിട്ടില്ല, അതെനിക്ക് ഉറപ്പിച്ച് പറയാം. അത്രക്കും സന്തോഷമായിരുന്നു. പിന്നെ ഞാൻ ഡോക്ടറോട് എന്തൊക്കെയോ സന്തോഷം കൊണ്ട് പറയുന്നുണ്ട്. എന്റെ ഹസ്ബൻഡിന് ട്വിൻസ് ഭയങ്കര ഇഷ്ടമാണ്, ആള് പറഞ്ഞിരുന്നു ട്വിൻസ് ആയാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എന്തൊക്കെയോ ഞാൻ അപ്പൊ ഡോക്ടറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ ട്വിൻസിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇപ്പൊ സന്തോഷമായില്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നോട് പറഞ്ഞു ഏതായാലും NT സ്കാൻ എടുക്കാനുള്ള സമയമായിട്ടില്ല. NT സ്കാന് ശരിക്കും ഒരു 12 മന്ത് കംപ്ലീറ്റ് ആവുന്ന 12 വീക്ക് കംപ്ലീറ്റ് ആവുന്ന സമയത്താണ് NT സ്കാന് എടുക്കുക. എന്താ വെച്ചാല് NT സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ തിക്നെസ് സ്കാൻ. അതായത് നമ്മുടെ കുഞ്ഞുവാവന്റെ കഴുത്തിന്റെ പുറകുവശത്തായിട്ട് ഒരു ദ്രാവകം ഉണ്ടാവും ആ ടൈമില്. അത് അപ്പൊ ആ ഒരു ടൈമിൽ മാത്രമേ അത് അവിടെ ഉണ്ടാവുള്ളൂ. അത് ഒരു 11 to 13 വീക്സ്, അതായത് കറക്റ്റ് 12 വീക്സിലാണ് അത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ ഫലം കിട്ടില്ല കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഡോക്ടർമാര് കറക്റ്റ് NT സ്കാനിന് കറക്റ്റ് ടൈമിന് പിന്നെ വരും. അപ്പൊ നിങ്ങളോടൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡേറ്റ് തെറ്റിക്കാതെ തന്നെ ഡോക്ടർ പറഞ്ഞ സമയത്ത് തന്നെ പോയി സ്കാൻ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. അത് നമുക്ക് ഒരുപാട് വാവയുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ നോക്കാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കാനാണ് NT സ്കാൻ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് എന്തായാലും NT സ്കാനുള്ള ടൈം ആയിട്ടില്ല, 1 വീക്കും കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഞാന് അവിടുന്ന് എണീറ്റു. അപ്പൊ എന്നോട് പറഞ്ഞു ഒന്നും കൂടി ചെയ്യാനുണ്ട്, ഇപ്പൊ 2 ആളുണ്ടല്ലോ, അപ്പൊ 2 ആളത് നോക്കാറുണ്ട്, അപ്പൊ കഴിഞ്ഞിട്ടില്ല, ഒന്ന് പുറത്തു പോയിട്ട് ഒരു 5 മിനിറ്റ് നിന്നിട്ട് വരാൻ പറഞ്ഞു. ഞാൻ പുറത്തിറങ്ങിയപ്പോ എന്റെ അമ്മയും ഹസ്ബൻഡിന്റെ അമ്മയും അവിടെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അപ്പൊ അവര് ചോദിച്ചു കുഴപ്പമൊന്നും ഇല്ലല്ലോ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല കുഴപ്പമൊന്നുമില്ല.
അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അവരോട് ഈ സർപ്രൈസ് ന്യൂസ് ഞാൻ പറഞ്ഞിടയ്ക്ക് ആദ്യം അത് ഹസ്ബൻഡിനോട് പറയണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഹസ്ബൻഡിന് വേഗം തന്നെ മെസ്സേജ് ആക്കി ഒരു സർപ്രൈസ് ന്യൂസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആള് അപ്പൊ തന്നെ അത് കണ്ട് എന്നോട് റിപ്ലൈ ആക്കി എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക ടിൻസ് ആണോന്ന്. എന്നിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു, ഇത് ആക്കിപ്പോ എങ്ങനെ മനസ്സിലായി ഇത് ടിൻസ് ആണ് എന്നുള്ളത്. ഞാൻ പറഞ്ഞു അതെ ടിൻസ് ആണ്, ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, എനിക്കൊന്നും കൂടി സ്കാൻ ചെയ്യാനുണ്ട്. അപ്പൊ സ്കാൻ ചെയ്തതിന് ശേഷം ഞാനിപ്പോ അവരോട് പറയുന്നുള്ളൂ. എന്താ വെച്ചാൽ അവിടെ ഒരുപാട് ആള് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് വേറെ ഒരുപാടുണ്ട്. അപ്പൊ അവരുടെ മുന്നിൽ നിന്ന് ആ ഒരു ഇത് കാണിക്കേണ്ട വെച്ചിട്ടാണ് ഞാനത് പറയാതിരുന്നത്. അത് കഴിഞ്ഞ് ഒന്നും കൂടി കയറി സ്കാൻ ചെയ്തു. അത് കഴിഞ്ഞ് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ അവരോട് ഇങ്ങനെ ടിൻസ് ആണ് എന്നുള്ള വിവരമൊക്കെ പറഞ്ഞു. ഒരാൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്, ഒരാളെ ഹാർട്ട് ബീറ്റ് നന്നായി കേൾക്കണേ എന്ന് വിചാരിച്ച് പോയപ്പം എനിക്ക് എന്നെ പഠിച്ചവന് 2 ആളെ ഹാർട്ട് ബീറ്റ് ആണ് കേൾപ്പിച്ചത്. എനിക്ക് കാണിച്ചും തോന്നുന്നു കേട്ടോ ഡോക്ടർ 2 ആളും കിടക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ ഒരു കാഴ്ച ഇപ്പോഴും എന്റെ കണ്ണിലുണ്ട്, അങ്ങനെ തന്നെ ഉണ്ട്. എന്റേത് ഐഡന്റിറ്റിക്കൽ ടിൻസ് ആയിരുന്നു. പിന്നെ ഇവര് MCDA ടിൻസ് ആയിരുന്നു. MCDA ടിൻസ് എന്ന് പറഞ്ഞാൽ മോണോകൊറിയോണിക് ഡേ അമ്നിയോട്ടിക് ടിൻസ്. മോണോകൊറിയോണിക് ഡേ അമ്നിയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്ലാസന്റെയും 2 സാക്കും ഉള്ള ടിൻസ്. 3 തരാനുള്ളത് കേട്ടോ. അപ്പൊ ഞാന് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും ഇതിനെ പറ്റിയിട്ട് ഒരു വലിയ അറിവില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് പറഞ്ഞു തരുന്നത്. എനിക്കും ഉണ്ടായിരുന്നില്ല. എനിക്ക് ടിൻസ് ഉണ്ടായപ്പോഴാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അന്വേഷിച്ചതും അറിഞ്ഞത്. അപ്പൊ അത് നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരാച്ചിട്ടാണ്. ചില ടിൻസില് ഒരു സാക്കില്, അതായത് സാക്ക് എന്ന് പറഞ്ഞാൽ അവർ കിടക്കുന്ന ആ ഒരു കവറിങ് ഇല്ലേ, അതില് 2 വാവകളും കൂടി ഒന്നിലുണ്ടാകും. അവരുടെ വേറെ മറകളും കാര്യമൊന്നും ഉണ്ടാവില്ല. ഒരു പ്ലാസന്റെയും. പിന്നെ രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഒരു പ്ലാസന്റെയും 2 സാക്കും. മൂന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 സാക്കും 2 പ്ലാസന്റെയും. അത് വലിയൊരു റിസ്ക് ഇല്ലാത്ത കാറ്റഗറിയാണ് കേട്ടോ, 2 സാക്കും 2 പ്ലാസന്റെയും എന്ന് പറയുന്നത്. ഇന്റത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 സാക്കും ഉണ്ടായിരുന്നു, ഒരു പ്ലാസന്റ ഉണ്ട്. 2 ആൾക്കും കൂടി ഒരു പ്ലാസന്റയിൽ നിന്നാണ് ഫുള്ള് ബ്ലഡ് ഫ്ലോയും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതും കമ്പാരിറ്റീവ്ലി കുറച്ച് റിസ്ക് ഉള്ള കേസ് തന്നെയാണ് അതും. ഇപ്പം എല്ലാവർക്കും എനിക്ക് കേട്ടോടത്തോളം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്, ഒരുവിധ ആളുകൾക്കൊക്കെ ഇഷ്ടമാണ് ടിൻസ് എന്ന് പറയുന്നത് അല്ലെ. പക്ഷെ ഈ ടിൻസിന് ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ളത് ഞാൻ ടിൻ പ്രഗ്നൻസി എനിക്ക് ഉണ്ടായപ്പോഴാട്ടോ ഞാൻ ഇതിനെ പറ്റി എനിക്ക് തോന്നുന്നു അത് ഒരുവിധ ആൾക്കാർക്കൊന്നും ഇതിനെ പറ്റിയിട്ട് അറിയില്ല. എനിക്ക് ഛർദിയും കാര്യങ്ങളൊക്കെ തുടങ്ങി, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ വയറ് ഓവറായിട്ട് വലുതായി വരുന്നതിന്റെ പലതരം ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഫുൾ ബെഡ് റെസ്റ്റ് ഒന്നും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം എന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യായിരുന്നു. ടിൻസ് ആവുമ്പോ നമുക്കറിയാലോ, ശ്രദ്ധിക്കുക വേണം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മള് ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കാം. 3 സ്കാനിങ് ആണ് കേട്ടോ ഒരു പ്രഗ്നൻസിയില് പിന്നെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. ഫസ്റ്റ് എൻട്രി എടുക്കും, പിന്നെ ഒരു 5 മാസം കംപ്ലീറ്റ് ആകുമ്പോൾ അനോമലി സ്കാൻ എടുക്കും, പിന്നെ ഒരു 7-ാം മാസമൊക്കെ ആകുമ്പോഴാണ് പിന്നെ ഒരു ലാസ്റ്റ് ഒരു സ്കാനിങ് എടുക്കും. പിന്നെ ഓരോ ഹോസ്പിറ്റലിൽ ഓരോ ഡോക്ടേഴ്സിനനുസരിച്ച് പ്രസവത്തിന്റെ ആ സമയത്ത് ഒരു സ്കാനിങ് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഉള്ളത്. പക്ഷെ ടിൻസ് ആകുമ്പോ നമുക്ക് ഈ റിസ്ക് കൂടുതലുള്ള കാരണം 7-ാം മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ മന്തും നമുക്ക് സ്കാനിങ് ഉണ്ടാവാറുണ്ട്. ഒരുവിധം ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടാവാറുണ്ട്. 40 വീക്സ് ആണ് കേട്ടോ ഒരു പ്രഗ്നൻസിന്റെ കംപ്ലീറ്റ് ഒരു ഇത് പറയുന്നത്. അപ്പം 40 വീക്സ് എന്ന് പറയുമ്പോൾ ഒരു 36 വീക്സ് കംപ്ലീറ്റ് ആയാല് നമുക്ക് ബുദ്ധിമുട്ട്, വാവക്കും ഫുള്ള് വളർച്ചയൊക്കെ എത്തിയിട്ടുണ്ടാകും. അപ്പൊ അതിന്റെ മുന്നേ ഡെലിവറി ഉണ്ടായി കഴിഞ്ഞാലാണ് നമുക്ക് പ്രീ ടൈം ഡെലിവറി എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് 36 ആഴ്ച കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, ഒരു 35 ആഴ്ചയും പിന്നെ ഒരു 2-3 ദിവസമായ സമയത്ത് ഒരു ദിവസം രാത്രി എന്റെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ലീക്കായി. ഞാൻ വേഗം ഹസ്ബൻഡിനൊക്കെ വിളിച്ചു. സാധനങ്ങളൊക്കെ ഞാനും ഉമ്മയും, എനിക്ക് അങ്ങനെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ എനിക്ക് ലാസ്റ്റ് ആയപ്പോഴേക്കും ഒന്ന് പ്രസവിച്ചാ മതി എന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്ഷീണമൊക്കെ ആയിട്ട് ഇന്ന് രാത്രി തന്നെ ഞങ്ങള് ഇക്ര ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ പോയപ്പം
അവര് നേരെ കാഷ്വാലിറ്റിയിലേക്കാണ് കയറ്റിയത്. അവിടുന്ന് അവര് നേരെ തന്നെ പിന്നെ ലാബ് റൂമിലേക്ക് കൊണ്ടുപോയി. ലാബ് റൂമിൽ പോയി ചെക്ക് ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു വെള്ളം ലീക്കായത് കാണുന്നില്ല, അപ്പൊ സ്കാൻ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ലീക്ക് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് അവര് സ്കാൻ ചെയ്തു. അപ്പോ എന്റെ ഒരു ഭാവന്റെ, അതായത് നൈഫമോള് കിടന്നിരുന്ന സാക്കിലെ വെള്ളം ഏകദേശം ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് എന്തോ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അവര് ഇതിനെ നോക്കിയിട്ട് പറഞ്ഞു എന്തായാലും ഓപ്പറേഷൻ ചെയ്യാം രാവിലെ. പിന്നെ എനിക്ക് നേരം വെളുക്കും കൂടുന്തോറും എനിക്ക് പെയിൻ കൂടിക്കൂടി വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ 7 മണിക്കാണ് അവര് എനിക്ക് ഓപ്പറേഷന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് രാവിലെ ഒരു 6 മണിയോട് കൂടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പെയിന് കൂടി, സഹിക്കാൻ പറ്റാത്ത പെയിനായിട്ടോ. അപ്പം എല്ലാവരും പറയും PV ചെയ്യുമ്പോൾ നല്ല വേദനയാണ്, അതുപോലെ അനസ്തേഷ്യ ചെയ്യുമ്പോൾ നല്ല വേദന ഉണ്ടാകും. എനിക്ക് ആ വേദന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഇതിന്റെ വേദന തന്നെ സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. പിറ്റേന്ന് രാവിലെ 7 മണിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. അപ്പൊ പിന്നെ ഒക്കെ ചടപടേന്നായിരുന്നു കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല പെയിൻ ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. പിന്നെ അവരെന്നെ തിരക്കൊക്കെ കൂട്ടി വേഗം അനസ്തേഷ്യ തന്നു. അനസ്തേഷ്യ ഒന്നും എനിക്ക് ഒരു വേദന ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയൊരു പിന്നു കൊണ്ട് എന്റെ പുറത്തിങ്ങനെ കുത്തുന്ന ഒരു മൂന്ന് വട്ടം കുത്തിയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എനിക്ക് എത്രയും പെട്ടെന്നൊന്ന് അനസ്തേഷ്യ തന്നാ മതി എന്നുള്ള ഒരു ഇതായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ ഏതായാലും എനിക്ക് സിസേറിയനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഈ വേദനയും ആ വേദനയും കൂടി സഹിക്കേണ്ടല്ലോ. അപ്പം എനിക്കറിയാം അനസ്തേഷ്യ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വേദന എന്തായാലും അറിയൂല. അപ്പൊ അത് വിചാരിച്ചിട്ട് വേഗം അനസ്തേഷ്യ തന്നാ മതി എന്നായിരുന്നു കേട്ടോ എന്റെ ഉള്ളിൽ. ഓപ്പറേഷൻ ചെയ്യാൻ കരുതി. ഓപ്പറേഷൻ ചെയ്യുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അപ്പം ആദ്യം നൈഫമോൾ എടുത്ത് എനിക്ക് കാണിച്ചു തന്നു. എന്റെ കണ്ണിൽ ഇപ്പോഴും ഉണ്ട് ആ ഒരു ഭാവം. ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ ഒരു മുയൽ കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത് പൊന്തിച്ച് കാണിച്ചു തന്ന പോലെ, ഇതാട്ടോ ഫസ്റ്റ് ബേബി ഗേളാണ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നു. പിന്നെ അവിടുന്ന് അത് കഴിഞ്ഞ് 1 മിനിറ്റ് ഒന്നും ആയിട്ടില്ല, അപ്പോഴേക്ക് രണ്ടാമത്തെ ആളെ എടുത്തു. നെയ്ഹമോളെ കാണിച്ചു തന്നു. നെയ്ഹമോള് 260ഉം നെയ്ഫമോള് 2200 ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം ട്വിൻസിന് അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെയിറ്റ് ആണ്. എന്താ വെച്ചാൽ 2 പേരുണ്ടല്ലോ, അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. 3 ദിവസം കൊണ്ട് തന്നെ അവിടുന്ന് ഡിസ്ചാർജ് ആയി. അൽഹംദുലില്ലാ എനിക്ക് എന്റെ 2 മക്കളെയും. അപ്പൊ എല്ലാവർക്കും നല്ല ബേബീസിനെ കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.